2 ദിവസം മുമ്പാണല്ലോ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ്, അതായത് ഇന്ത്യയുമായിട്ടുള്ള ഷിംല കരാറ്, അത് അത് അവസാനിച്ച ഒരു കാര്യമാണ്, ചത്തുപോയ രേഖയാണ്, അതിന് ഇനി ഒരു പ്രസക്തിയുമില്ല എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞത്. അതായത് പണ്ട് നമ്മൾ ഈ പാകിസ്ഥാൻ യുദ്ധവിമാനം ഇന്ത്യയുടെ വിമാനം വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ തെളിവ് ചോദിച്ച സമയത്ത് പാകിസ്ഥാന്റെ ഖ്വാജ ആസിഫ് പറഞ്ഞെന്താണ്, അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ്. അതേപോലെ അങ്ങനെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു ഷിംല കരാറ് ചത്തുപോയ രേഖയാണെന്ന്. ഇത് സംഗതി മിക്കവാറും എനിക്ക് തോന്നുന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നമ്മുടെ ഷഹബാസ് ഷെരീഫും പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് കാണും വാർത്ത. അവർക്ക് കാര്യത്തിന്റെ അപകടം മനസ്സിലായി. ഇന്ത്യയിൽ ആഘോഷമൊക്കെ തുടങ്ങി പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ. പക്ഷെ സംഗതിയുടെ കിടപ്പ് മനസ്സിലായ, അപകടം മനസ്സിലായ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യയുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉഭയകക്ഷി കരാറ് റദ്ദാക്കുവാൻ പാകിസ്ഥാൻ ഔദ്യോഗികമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നു? കാരണം ഷിംല കരാറാണ് ഇന്നത്തെ LOC എന്ന് പറയുന്ന ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സാങ്കല്പിക രേഖയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ 1971 യുദ്ധത്തിൽ ഇന്ത്യ സിന്ധ് പ്രവിശ്യയിൽ അടക്കം ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുത്തതാണ് പാകിസ്ഥാന്റെ. ഇതെല്ലാം ഇന്ത്യ റിട്ടേൺ കൊടുക്കുന്നത് ഷിംല കരാർ 72 വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പാകിസ്ഥാന്റെ ഭയങ്കരമായ തോൽവിയായിരുന്നു 71. അവർക്ക് വലിയ നാണക്കേടുണ്ടായി. അപ്പൊ ഈ ഷിംല കരാറ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ കൈവശം പാകിസ്ഥാന്റെ ഒരുപാട് പ്രദേശങ്ങൾ ഇരുന്നനെ. പാക് അധീന കാശ്മീരിലെ ഉൾപ്പെടെ ഒരുപാട് പ്രദേശങ്ങൾ, ഏതാണ്ട് കേരളത്തിന്റെ അത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിപ്പമുള്ള അത്രയേറെ പ്രദേശങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശം ഉണ്ടായിരുന്നേനെ. അപ്പൊ എന്തായാലും ഷിംല കരാർ അന്ന് പാകിസ്ഥാനെ ആ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചു. ഇന്ത്യയുടെ ഗവൺമെന്റ് ഇനിയെങ്കിലും സമാധാനം ഉണ്ടാകുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ആ ഒരു തിരിച്ചു കൊടുക്കലിനൊക്കെ തയ്യാറായത്. അത് ഇന്നും ഒരു വിമർശനങ്ങൾ ഉയരുന്ന ഒരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്തായാലും ഷിംല കരാറ് ഇപ്പോൾ ചത്തുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന് ആ പഴയ പ്രദേശങ്ങളെല്ലാം ക്ലെയിം ചെയ്യാം. LOCക്ക് പിന്നെ ഒരു വാല്യൂ ഇല്ലാതാവുകയല്ലേ. ഇത് പാകിസ്ഥാന് വലിയ അപകടമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ സ്റ്റേറ്റ്മെന്റുകൾ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ വിവാദപരമായ ആ കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ത്യയുടെ ഏകപക്ഷീയമായ നടപടികൾ, പ്രത്യേകിച്ച് 2019 ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഷിംല കരാറിനെ അപ്രസക്തമാക്കിയെന്നാണ് ആസിഫ് പറഞ്ഞത്. ഷിംല കരാർ ഇപ്പോൾ ജീവനില്ലാത്ത രേഖയാണ്. ഐക്യരാഷ്ട്രസഭ നിയന്ത്രണ രേഖയെ വെടിനിർത്തൽ രേഖയായി പ്രഖ്യാപിച്ച 1948 സ്ഥിതിയിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ആദ്യത്തെ ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധിപ്പിച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്. കരാറ് വിഭാവനം ചെയ്ത ഉഭയകക്ഷി ഘടന തകർന്നിരിക്കുന്നുവെന്നും അതിനാൽ ഭാവിയിലെ തർക്കങ്ങൾ അന്താരാഷ്ട്ര സംവിധാനങ്ങളിലൂടെ പരിഹരിക്കേണ്ടതാണ് എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇത് സത്യത്തിൽ ഇന്ത്യ വളരെ നല്ല കാര്യമായിട്ടാണ് ഇന്ത്യക്കാർ അതിനെ കണ്ടത്. ആഹാ, നിങ്ങൾക്ക് ആ കരാർ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്നലെ വേണ്ട എന്നൊരു നിലപാട് ഇന്ത്യ എടുത്തു. ഇതിന്റെ അപകടം മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഉടൻ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലൂടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ തള്ളി പറയുകയും അങ്ങനെ ഒരു തീരുമാനവും ഒഫീഷ്യലായിട്ട് പാകിസ്ഥാൻ എടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അതൊരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രാജ്യമാണ്. അതായത് പാകിസ്ഥാൻ 4 കത്തുകൾ എഴുതി ഇന്ത്യക്ക്. ഈ 4 കത്തുകളും റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറാനുള്ള ഇന്ത്യയുടെ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് 4 കത്തുകൾ എഴുതിയത്. എന്നാൽ അതേ സമയത്ത് തന്നെ പാകിസ്ഥാനിലെ ബിലാവൽ ഭൂട്ടോ അടക്കമുള്ള നേതാക്കൾ ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ അവിടെ ഇന്ത്യക്കാരുടെ ചോര ഒഴുകുമെന്ന് മാസ് ഡയലോഗുകളും പറയും. ഇവര് ജനങ്ങൾ കേൾക്കുന്ന വിധം മാസ് ഡയലോഗുകൾ പുറമേ പറഞ്ഞിട്ട് പിന്നാമ്പുറത്തൂടെ വന്ന് കാലെ പിടിക്കുന്ന പരിപാടിയാണ് എപ്പോഴും ചെയ്യുന്നത്. അതിന് കാരണമുണ്ട് കേട്ടോ. അപ്പൊ ഇവർ ഈ കത്ത് എഴുതിയിട്ട് നമ്മളോട് റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത്, പ്ലീസ് നമുക്കൊന്ന് പുനഃപരിശോധിച്ചുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ ഇന്ത്യയോട് ഓർഡർ ഇടുകയല്ല ചെയ്യുന്നത്, റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇവര് പ്രസംഗിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള വീരവാദം മുഴക്കുകയും ചെയ്യും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ത്യയോട് കടുത്ത ശത്രുതയുള്ള ആളുകളുടെ മുമ്പിൽ അവരുടെ കയ്യടിക്ക് വേണ്ടി നേതാക്കന്മാർ വച്ച് കാച്ചുന്നതാണ്. എന്നാൽ ഇതൊന്നും പ്രായോഗികമായി പോസിബിൾ അല്ല എന്ന് പാകിസ്ഥാൻ മിലിറ്ററിക്കും അറിയാം, ഗവൺമെന്റിനും അറിയാം.
അതുകൊണ്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് കളി, പിന്നാമ്പുറത്തൂടെ വന്ന് കാലെ പിടിക്കുന്ന പരിപാടി. ഇത് പലപ്പോഴും പാകിസ്ഥാൻ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയെ വിളിച്ചിട്ട് വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ്, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു നീക്കവും ഉണ്ടാവരുത്, ഞങ്ങൾ പൂർണ്ണമായ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഒരു വശത്തൂടെ വിളിച്ചു പറയുന്നു, ചർച്ച നടത്തുന്നു, കേണപേക്ഷിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പരസ്പരം സംസാരിച്ച് ഡീലാവുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഉടനെ തന്നെ ഇവരുടെ മാധ്യമങ്ങൾ എഴുതി തുടങ്ങും, ഇത് പാകിസ്ഥാന്റെ വിജയം എന്ന് പറഞ്ഞ് ഒരു വാർത്തകൾ കൊടുത്തു തുടങ്ങും. ഇവരുടെ മിലിറ്ററിയുടെ ആൾക്കാർ പറഞ്ഞു കൊടുക്കും, ഇത് ഞങ്ങളുടെ വിജയം, 71-നെ തിരിച്ചടിക്ക് ഞങ്ങൾ കണക്ക് തീർത്തു. അതുപോലെ അവരുടെ പ്രധാനമന്ത്രി പറയും, ഇത് പാകിസ്ഥാന്റെ വലിയ വിജയം. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇവരിത് എന്തിനു ചെയ്യുന്നു എന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യ അതിൽ കൂടുതൽ കയറിയിട്ട് അഭിപ്രായം പറയാൻ പോകാത്തത്. കാരണം ഇവരുടെ രാജ്യത്ത് കുറെ ആളുകളുണ്ട്, തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ. ആ മനുഷ്യരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ഡയലോഗുകൾ പറഞ്ഞാലേ പാകിസ്ഥാന് പറ്റൂ. അതായത് ഇന്ത്യയെ തോൽപ്പിച്ചു അല്ലെങ്കിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാലേ അവിടെയുള്ള മനുഷ്യർ അടങ്ങുള്ളൂ. ഇല്ലെങ്കിൽ പട്ടാളത്തിനും നിലനിൽപ്പില്ല, ഈ പറയുന്ന സർക്കാരിനും നിലനിൽപ്പില്ല. നമ്മൾ പാകിസ്ഥാന്റെ ആൾക്കാരെടുത്ത് പോയിട്ട് നമ്മൾ ഇന്ത്യ പാക് യുദ്ധങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒരു യുദ്ധത്തിലും അവർ പരാജയപ്പെട്ടിട്ടില്ല എന്നേ പറയുള്ളൂ. 1971 യുദ്ധത്തിൽ പോലും അവർ പറയും അവരാണ് ജയിച്ചതെന്ന്. ഇന്നേ അവർ ഒരു യുദ്ധത്തിലും ഇന്ത്യ ജയിച്ചിട്ടില്ല എന്നും പറയും. അപ്പൊ ഇതാണ് ഈ പാകിസ്ഥാന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഈ ഭീകരവാദം അവസാനിപ്പിക്കുമെന്ന് വെച്ചാൽ അത് അവരെ കൊണ്ട് പറ്റില്ല. ഈ പഠിച്ചതേ പാടൂ എന്ന് പറയുന്ന അവസ്ഥയാണ്. നായയുടെ വാല് എത്ര കൊല്ലം കുഴലിലിട്ടാലും അത് നിവരില്ല എന്ന് പറയുന്ന പോലെയാണ്. അത് വളഞ്ഞല്ലേ ഇരിക്കൂ. ആ ഒരു ബന്ധമാണ് തീവ്രവാദവും പാകിസ്ഥാനും തമ്മിലുള്ളത്. അവരെത്ര തന്നെ നമ്മൾ അവരോട് പറഞ്ഞാലും, അവരോട് എത്ര തന്നെ നമ്മൾ ആവശ്യപ്പെട്ടാലും, ഇനി അവർ തന്നെ ചിലപ്പോൾ ആഗ്രഹിച്ചാലും തീവ്രവാദവുമായിട്ടുള്ള ഒരു ബന്ധം ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരങ്ങനെയാണ്, അവരതേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിങ്ങനെ അവർ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. അവർ തീവ്രവാദ പ്രവർത്തനം നടത്തും, നമ്മൾ തിരിച്ചടി കൊടുക്കും, അവർ കാലെ പിടിക്കും. കുറെ നാളത്തേക്ക് ശാന്തവും സമാധാനമായിരിക്കും. വീണ്ടും അവരുടെ ഉള്ളിലെ ആ ഒരു തീവ്രവാദ ത്വര ഉയർന്നു വരും. അവർ വീണ്ടും തീവ്രവാദത്തിലേക്ക് വരും, വീണ്ടും നമ്മൾ തിരിച്ചടി കൊടുക്കും, അപ്പോഴും വന്ന് നമ്മളെ കാലെ പിടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. പക്ഷെ ഇപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് ഇന്നേ വരെ കിട്ടിയതുപോലുള്ള ഒരു അടിയല്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടി കിട്ടുന്നത്. ഇതിൽ പാകിസ്ഥാൻ വരണ്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിഫൻസ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഉടൻ തന്നെ പാകിസ്ഥാൻ തിരുത്തുന്നത്. കാരണം മുൻകാലങ്ങളെ പോലെ അല്ല ഇന്ത്യ എന്ന് പാകിസ്ഥാന് മനസ്സിലായി. ആണവായുധം പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ ചെലുത്താൻ പറ്റില്ല. ഇന്ത്യ കുറെ കൂടെ കർക്കശമായ നിലപാടിലേക്ക് പോയിരിക്കുന്നു. ഇനി പഴയതുപോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് ഇപ്പൊ പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാക്കാതിരിക്കാൻ അവർ ശ്രമിക്കുന്നത്. ഷിംല കരാറിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമെന്നാണ് ഇപ്പൊ പാകിസ്ഥാനും മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അബദ്ധം തങ്ങൾ ഒരിക്കലും ഇനി ചെയ്യില്ല എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് അവരുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്, ഇന്ത്യയുമായിട്ടുള്ള ഒരു കരാറും ഞങ്ങൾ റദ്ദ് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു തീരുമാനവും ഒഫീഷ്യലായിട്ട് എടുത്തിട്ടില്ല എന്ന്. സോ ഇപ്പൊ അവർക്ക് വേണ്ടത് വെള്ളമാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് വെള്ളം കിട്ടുമോ എന്നാണ് അവരാദ്യം ആലോചിക്കുന്നത്. അപ്പോഴാണ് ഷിംല കരാർ റദ്ദാക്കി അല്ലെങ്കിൽ അതിന് പ്രസക്തിയില്ല എന്നൊക്കെ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ വച്ചുകാച്ചുന്നത്. മിക്കവാറും മൂപ്പരെ പറണ്ടിക്കളയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞ ഇവരുടെ പാർലമെന്റിൽ നിരവധി പ്രതിപക്ഷ എംപിമാര് ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇദ്ദേഹം രാജ്യത്തെ നാണം കെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഈ മാധ്യമ പ്രവർത്തക തെളിവ് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ സംഭവമില്ലേ, അതിനെ തുടർന്നാണ്. അപ്പൊ ഇതുകൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും മിക്കവാറും ഡിഫൻസ് മിനിസ്റ്ററിന്റെ കസേര വൈകാതെ തെറിച്ചു എന്നൊരു വാർത്ത കൂടി ചിലപ്പോൾ നമ്മൾ കേൾക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.